നമസ്കാരം സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ ഇന്നേ കുറച്ച് ചിക്കനൊക്കെ മസാലയൊക്കെ പുരട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില, അല്പം മഞ്ഞൾ പൊടി, മുളക് പൊടി, തൈര് എല്ലാം കൂടെ ചേർത്ത് മസാല പുരട്ടി ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ ഐസൊക്കെ മാറി. ഇതെന്തിനാണെന്നറിയാമോ? നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോയി അൽഫാം ഈ തല്ലി പരത്തി ചുട്ടെടുക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് വെച്ച് നമ്മളൊരു റൈസും കൂടെ ഉണ്ടാക്കാൻ പോവുക. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇത് കുക്കറിനകത്തിൽ വെച്ച് ഞാൻ സ്ഥിരം ചെയ്യാറുള്ളതുപോലെ ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ആദ്യം ഞാനേ കുക്കറിനകത്തിലോട്ട് ഇത് വേവിക്കാനായിട്ടുള്ള വെള്ളം ഒഴിക്കാൻ പോവാം. ഈ ഗ്ലാസ്സിന് ഇപ്പം മെഷറിംഗ് കപ്പൊന്നും ഞാൻ എടുക്കുന്നില്ല, കാരണം ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ സ്റ്റീൽ ഗ്ലാസ്സൊക്കെ ഉള്ളതല്ലേ. ഇപ്പം എല്ലാവർക്കും പെട്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടേ. ഇനി അതിലേക്ക് ഞാൻ ഈ സ്റ്റാൻഡ് ഇറക്കി വയ്ക്കുക. ഇതിൽ ഓയിൽ തേച്ച് വെച്ചാൽ ഈ സ്റ്റാൻഡ് ഇനി ഇതിലേക്ക് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഒന്ന് മസാല പുരട്ടി വെച്ചേക്കുന്ന ചിക്കനെ ഇതിലോട്ട് എടുത്ത് വെക്കാവേ. ഇതിനകത്തിൽ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടേ. നമ്മൾ മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കൻ നമ്മൾ കുക്കറിനകത്തിലോട്ട് അടുക്കിയെ സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. മല്ലിയില, കറിവേപ്പില എല്ലാം കൂടെ അരച്ച് പുരട്ടിയേക്കുന്നത്, അല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 3 വിസിലും കൂടെ വരട്ടെ. അല്പം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കനെ റെഡി ആകുമ്പോഴത്തേക്കിനും ചിക്കൻ ചുട്ടെടുക്കാനുള്ള ചിരട്ട കത്തിക്കാനായിട്ട് വെച്ചിരിക്കുക. അത് തീ പിടിച്ച് വരുന്നുണ്ടേ ഉള്ളൂ കേട്ടോ. കുക്കറിനപ്പുറത്ത് വിസിലും വരുന്നുണ്ടേ. നമുക്ക് ഇതിന് മല്ലിയിലയും കൂടെ എടുക്കാവേ. ഞാൻ നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന മല്ലിക്ക് പകരം ഈ മല്ലിയിലയാണ് ചേർക്കുന്നത് കേട്ടോ. ഇത് ആഫ്രിക്കൻ മല്ലി എന്നാണ് ഞങ്ങളിവിടെ ഇതിന് പേര് പറയുന്നത്. നമുക്ക് 2 കറിവേപ്പിലയും കൂടെ എടുക്കാവേ. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം. ഓക്കെ, നമ്മുടെ ചിക്കൻ ചുട്ടെടുക്കാനുള്ള ചിരട്ടയൊക്കെ കത്തി ഇനി ഇതിൻ്റെ കനൽ ഒരു ചട്ടിയിലോട്ട് ഇടുവാണേ. നല്ല ചൂടാണേ. ഉണ്ടോ, സ്റ്റാൻഡിൽ ഞാൻ ഓയിലൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഈ ഓയിലൊക്കെ തേച്ച് വെക്കുന്നത് എന്താണെന്നറിയാമോ? സമയമൊന്നും കളയണ്ടല്ലോ, അതിന് വേണ്ടിയാണ്. ഇത് ഓയിൽ തേക്കുമ്പോൾ ഇതിലോട്ട് ഇറച്ചി ഒട്ടിപ്പിടിക്കത്തില്ല, നമ്മൾ ചുട്ടെടുക്കുമ്പോഴും കുക്കറിനകത്തിൽ വെച്ച് വേവിക്കുമ്പോഴും. അതുകൊണ്ട് അതിൽ ഓയിൽ വരട്ടണേ. നല്ലപോലെ വെന്തിട്ടുണ്ടേ. ഇതാകുമ്പോഴേ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ, കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും കഴിക്കാൻ നല്ലതായിട്ട് വേകും. നമ്മുടെ ചിക്കൻ ഇനി നമുക്കൊന്ന് ചുട്ടെടുക്കാവേ. നല്ല ചൂടാ, കൈയൊന്നും പൊള്ളാതെ വേണം. ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റൊന്നും അവകാശപ്പെടുന്നില്ല, എങ്കിലും ഏകദേശം അതിനോടൊക്കെ ടേസ്റ്റ് സാമ്യം വരും കേട്ടോ. നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇത് തിരിച്ചിട്ടിട്ട് 2 സൈഡിലും എണ്ണ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഉണങ്ങിയിരിക്കുവേ.
ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ നമ്മൾ ഈ ഇതിൽ ചുട്ടൊക്കെ എടുക്കുന്നത് കഴിവതും പുറത്ത് വെച്ചൊക്കെ ചുട്ടെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നമുക്കൊരു ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുക്കാവേ. ചിക്കൻ നല്ലപോലെ വെന്തതായതുകൊണ്ടേ ഒത്തിരി സമയം എന്തായാലും ഇരിക്കണ്ട. നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇങ്ങനെ ഈ പുകയുടെ ആ മണവും അതൊക്കെയാണ് ഈ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. പിന്നെ ഓവനകത്തിൽ വെച്ചും ഇത് ചുട്ടെടുക്കാം. പക്ഷേ ഈ പുകയുടെ ആ ഒരു മണം നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ തീ കനലിൽ വെച്ച് തന്നെ ചുട്ടെടുക്കുന്നത് കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ ഏകദേശമൊക്കെ റെഡിയായി വരുന്നേ. പിന്നെ ഇപ്പോൾ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഒരു മഴക്കാറൊക്കെ ഉണ്ട്. അതുകൊണ്ട് വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. വെളിച്ചത്തിൻ്റെ കുറവ് പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. കണ്ടോ, ഈ ഒരു പരുവം ആവണം കേട്ടോ, എന്നാലും അതിൻ്റെ ടേസ്റ്റ് വരുന്നു. നമുക്ക് ബാക്കിയും കൂടെ അങ്ങനെ ചുട്ടെടുക്കാവേ. നമ്മുടെ ചിക്കനൊക്കെ നമ്മളെല്ലാം ചുട്ടെടുത്തേ. ഇനി നമുക്ക് അടുത്ത പരിപാടി, ഞാൻ ഈ സ്റ്റീൽ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അരി എവിടെ എടുത്തേക്കുന്നത്. ഇതിപ്പം നമ്മൾ ചിക്കൻ പുഴുങ്ങാൻ വെച്ചില്ലേ, ആ സമയത്ത് ഞാൻ നല്ലപോലെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് കുതിരാനായിട്ട്. കണ്ടോ, ഇത് നമ്മൾ ലൂസായിട്ട് വാങ്ങിക്കുന്ന ബിരിയാണി അരിയാണ്. അപ്പം അതും കൂടെ നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മൾ വെച്ചിരുന്ന വെള്ളം 2 ഗ്ലാസ് ആയിരുന്നു മുമ്പേ വെള്ളം വെച്ചിരുന്നത് ചിക്കൻ പുഴുങ്ങാനായിട്ട്. അതിലോട്ടൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു 2.5 ഗ്ലാസ് വെള്ളം. അതിന് അളവൊന്നും അറിയാനൊന്നുമില്ല. നമ്മൾ ഈ അരി ഇട്ടിട്ട് പിന്നെ ഈ അരിക്ക് മുകളിലായിട്ട് വെള്ളം ഇങ്ങനെ നിരന്ന് കിടക്കണം, അത്രയേ ഉള്ളൂ. നമുക്ക് ഈ ചിക്കൻ വേവിച്ചെടുത്ത വെള്ളം ഒന്ന് തിളയ്ക്കണം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. കാരണം എന്നാന്ന് ചോദിച്ചാൽ അരി അല്പം കുതിർന്നതല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഇതിനകത്തിലേക്ക് ഇനിയും നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട സാധനങ്ങളും കൊണ്ടുണ്ട്. അരി തിളയ്ക്കുമ്പോഴത്തേനെ മുമ്പേ നമ്മളെടുത്ത് കഴുകി വെച്ചിരുന്ന മല്ലിയില. ഈ മല്ലിയിലയൊക്കെ ചിക്കൻ നല്ലപോലെ അരച്ച് ചേർക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു ഗുമ്മ്, അതിൻ്റെ ആ ഒരു മണം. നമ്മൾ ഈ ഹോട്ടലിൻ്റെയൊക്കെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നല്ല മണമില്ലേ, അത് തന്നെ. എന്താ കണ്ടോ, ഒരു കഷ്ണം കറുവാപ്പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലക്ക എല്ലാം കൂടെ ഈ തിളക്കാനുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാവേ. പിന്നെ ഇത് സൺഫ്ലവർ ഓയിലാണ് ഈ റൈസിന് നല്ലത് കേട്ടോ. കാരണം ഞാൻ ചോദിച്ചാലേ ഇത് തണുക്കുമ്പോഴും ചോറ് നല്ല സോഫ്റ്റായിട്ടിരിക്കും സൺഫ്ലവർ ഓയിലാകുമ്പോൾ. പിന്നെ നെയ്യും, ഇതിന് ഒരു തവി നെയ്യാണ് എടുത്തേക്കുന്നത്. നെയ്യും അതെ, സൺഫ്ലവർ ഓയിലും അതെ. പിന്നെ ഞാൻ നാരങ്ങാനീരൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല, ഇത് റൈസ് തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണേ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ ഉപ്പ് കല്ലാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതിനനുസരിച്ച് നോക്കിയിട്ടേ ആവശ്യത്തിനുള്ളതേ ചേർത്ത് കൊടുക്കാവുള്ളൂ. കണ്ടോ, ഇത്രയും മതി. ഇനി വെള്ളം ഒന്ന് തിളക്കട്ടെ. നമ്മുടെ വെള്ളം തിളച്ചു, നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇല്ല തന്നെ കോഴി ചുട്ടപ്പോഴേ മണമാണ്. പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞു കേട്ടോ, വേഗത്ത് തെറിക്കാതെ ഇട്ട് കൊടുക്കണേ. കണ്ടോ, ഇനിയുണ്ട് നമുക്ക് പരിപാടി. എന്നാണെന്നറിയാവോ, ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ചുട്ടെടുത്ത ചിക്കനില്ലേ, അതും കൂടെ വെച്ച് കൊടുക്കണം. പെട്ടെന്ന് നമുക്ക് അങ്ങിട്ട് കൊടുക്കാവേ. ഇന്നിപ്പോൾ ഒരു വിസിലൂടെ കേൾക്കണം. നല്ല മണമാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടേ ഒന്ന് അഭിപ്രായമൊക്കെ ഒന്ന് പറയണേ. ഒറ്റ ഒരു വിസിലൂടെ വന്നാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് റൈസൊക്കെ നല്ല സെറ്റാവും, ചിക്കനും റൈസും എല്ലാം. ഞാനേ ഈ വെളുത്തുള്ളി ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. വെളുത്തുള്ളി പൊളിക്കുക, ഇഞ്ചി ചേരണ്ടുക, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ലേഡീസിൻ്റെ മെനക്കെട്ട ജോലികൾ. അപ്പം അതിനൊരു എളുപ്പവഴിക്ക് ഞാൻ ചെയ്യുന്ന വില ഇതൊക്കെയാണേ. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ചു. അപ്പം ഇതിൽ ചിലതുണ്ട് കേട്ടോ ഐസ് കുടിക്കാത്തത്. നമ്മൾ ഇത് ഫ്രീസറിൽ വെച്ചിരുന്ന വെളുത്തുള്ളി, ഇതിൽ ചിലത് ഐസ് കുടിക്കാത്തതുണ്ട്. ഇതുണ്ടോ, ഇവിടെ മണ്ടയെന്ന് കണ്ടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി. ഇങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. ഇതിൻ്റെ കളർ ഇപ്പം അല്പം മാറിയിരിക്കുന്നെങ്കിലും നമ്മൾ എണ്ണയിലൊക്കെ ഇടുമ്പോഴത്തേക്കും ആ പഴയ അവസ്ഥയിൽ തന്നെയാകും കേട്ടോ. എനിക്ക് ഇപ്പോഴത്തേനും ഇത് മതി, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തതാണ്. ഇപ്പം നമ്മൾ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാൻ പോവാം. എന്നാ നമ്മുടെ എന്നാ മോനെ എൻ്റെ പേര് അൽഫാം. ആ റൈസ് ഉണ്ടാക്കുന്നതിന് കൂട്ടാൻ വേണ്ടി. അപ്പം ഞാനൊരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഇത്രയൊന്നും എടുക്കണമെന്നില്ല കേട്ടോ. എനിക്ക് ഗാർലിക് പേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടുതൽ വെളുത്തുള്ളി എടുത്തതേ ഉള്ളൂ. കണ്ടോ, ഒരു നുള്ള കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഒന്ന് ഒത്തിരി കൂട്ടണ്ട, മതിരിക്കും കേട്ടോ. ഞാൻ നാരങ്ങയൊന്നും ചേർക്കുന്നില്ല. പിന്നെ അല്പം ഉപ്പ്,
ഒരു അല്പം ഉപ്പ് കേട്ടോ, 2-3 കുഞ്ഞുകല്ല്. പിന്നെ ഈ മുട്ടയുടെ വെള്ളം എടുക്കുന്നേ, അതും കൂടെ ഒന്ന് ഉണ്ണിയില്ലാതെ എടുക്കണം. കണ്ടോ, മുട്ടയുടെ മഞ്ഞ അവിടെ ഇരിപ്പുണ്ടേ. നമുക്ക് ഇത്രയും മതി. നമുക്കിനി ഈ വെള്ളയും കൂടെ ഇതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങാനീര് വിനാഗിരിയും ഒക്കെ ചേർക്കേണ്ടിയവർക്ക് ചേർക്കാം കേട്ടോ. ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അടിക്കുമ്പോൾ അത് ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്ക് അല്പം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് അടിച്ച് നോക്കാവേ. ഇത്തിരിയും കൂടെ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഗാർലിക് പേസ്റ്റ് റെഡിയായി. കണ്ടോ, സെറ്റായിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ചിക്കൻ്റെ പീസ് ഓരോന്നെടുത്ത് പ്ലേറ്റിലേക്ക് വെക്കാവേ. എന്താ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവരോടും കൂടെ അഭിപ്രായമൊക്കെ ഒന്ന് ചോദിക്കണം. അല്ല, നല്ലപോലെ വെന്തോ, അത് കാരണം ചിക്കനൊക്കെ സെറ്റായി. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്നാന്ന് ചോദിച്ചാലേ, എൻ്റെ 2025 ഞാൻ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആയത് കേട്ടോ. നേരത്തെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോയൊക്കെ നേരത്തെ ഷെഡ്യൂൾ ചെയ്തിട്ടിരുന്നതാണേ. അപ്പം പുതിയ വർഷം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന്, എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പിന്നെ ഇത്രയും നാൾ വെള്ളിയാഴ്ച ഫ്രൈഡേ മാത്രമേ ഉള്ളായിരുന്നു വീഡിയോ വന്നുകൊണ്ടിരുന്നത്. ഇനി മുതൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണിക്കാണ് വീഡിയോ വരുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് കാണുകയും കണ്ടിട്ട് അഭിപ്രായം കമൻറ്റുകളായും ഷെയറുകളായും സബ്സ്ക്രൈബായിട്ടും ഒക്കെ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ. ഇന്ന് ഞങ്ങൾ 3 പേരൂടെയാണ് ടേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ സൗദിയിൽ ജനിച്ചു വളർന്ന നമ്മുടെ അപ്നേറിനോട് തന്നെ നമുക്ക് ചോദിക്കാം ഇതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. സത്യസന്ധമായ രീതിയിൽ മോനെ ഇത് കഴിച്ചിട്ട് അഭിപ്രായം പറയണം എൻ്റെ സുഹൃത്തുക്കളോട് കേട്ടോ. ആ ഓക്കെ, കഴിച്ചു 2 പേരും കൂടെ. നമ്മുടെ ഗാർലിക് പേസ്റ്റും ഒക്കെ കൂട്ടി ചിക്കൻ്റെ പീസും നമ്മൾ ഹോട്ടലുകളിൽ പോയിട്ട് ഈ അൽഫാം പല പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. അവരുടെ കുക്കിങ്ങിനെ ഒന്നും കുറച്ച് കാണുന്നില്ലെങ്കിലും അതിലും നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നുണ്ട്. ചിക്കനെല്ലാം മസാലയെല്ലാം പിടിച്ചിരിക്കുന്നു. ടേസ്റ്റ് നല്ല ടേസ്റ്റി, അടിപൊളി, വെരി ഗുഡ്, അടിപൊളിയായിരുന്നു. അടിപൊളി. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ സൗദിയിലാണ് ജനിച്ചു വളർന്നത്. അവിടെ ആൾക്കാർ പറയുന്നതിൻ്റെ ഒറിജിനലാണ് കിട്ടുന്നതെന്ന്. പക്ഷേ ഇത് വീട്ടിലുണ്ടാക്കിയിട്ടും അതിനെക്കാട്ടും സെറ്റ് ടേസ്റ്റ് ആയിട്ടുണ്ട്. ഗാർലിക്കിൻ്റെ മണം വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഭയങ്കര സെറ്റായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അൽഫാമും ആ ചിക്കനും നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അതിൻ്റെ റൈസൊക്കെ ആ നെയ്യൊക്കെ വന്നുകൊണ്ട് അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. അപ്പം ഇവരെല്ലാം പറഞ്ഞാൽ കേട്ടല്ലോ. ഇത് അല്ലേ തന്നെ ഇതിൻ്റെ മണം അടിച്ചിട്ട് എനിക്ക് നിൽക്കാൻ വയ്യ സത്യമാണ്. അപ്പം ഞാനും കൂടി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ.
കണ്ടോ, ചിക്കനൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ, നല്ല ജ്യൂസി പരുവത്തിന്. അപ്പോൾ ഈ റൈസും ഇത്തിരി മയണൈസ് അല്ല ഗാർലിക് പേസ്റ്റ് എല്ലാം കൂടെ കൂട്ടി മോനെ കഴിച്ചോ. എന്നിട്ട് ഞാനും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. സൂപ്പറാ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇച്ചിരി ടൈം എടുക്കും നമുക്കിതൊക്കെ ഒന്ന് ഉണ്ടാക്കി വരാനായിട്ട്. എന്നാലും നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടും വൃത്തിയായിട്ടും മറ്റ് ടേസ്റ്റ് കൂട്ടുന്ന സാധനങ്ങളൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചുട്ടെടുക്കാൻ പറ്റുന്ന, നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ ഇത് പിന്നെ തീക്കകത്ത് കനലിൽ തന്നെ ഈ ചിക്കൻ ചുട്ടെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റുകളായിട്ടും ഷെയറുകളായിട്ടൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ചി വീഡിയോയുമായി വരും വരേക്കും സൈനിങ് ഓഫ് പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവൽ.